ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ സുമേഷ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റ് ജിയോഗ്രഫി അഥവാ ഭൂമിശാസ്ത്രം എന്ന സബ്ജക്റ്റ് ആണ്. ഭൂമിശാസ്ത്രം എന്ന ഭാഗത്ത് നിന്ന് കേരള PSC അടുത്ത കാലങ്ങളിലായി ചോദിച്ചിരിക്കുന്ന കുറേ ടോപ്പിക്കുകൾ അതിൻ്റെ PYQ സെഷനുമാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ നിങ്ങൾക്കായി നൽകുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇന്ന് ഏത് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഉത്തര പർവ്വത മേഖല അഥവാ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ്. നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് എന്ന ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഭാഗത്ത് നിന്നും നമ്മുടെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ സ്റ്റേറ്റ്മെന്റ് ഫാക്റ്റുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് നോക്കാം, ഉത്തരപർവ്വത മേഖല എന്നാൽ എന്താണെന്ന് നമുക്കറിയാം. ഉത്തരപർവ്വത മേഖല നമ്മുടെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു വലിയ പർവ്വത നിരയാണ് ഉത്തര പർവ്വത മേഖല. ഈ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായി വരുന്ന ഹിമാലയത്തിന്റെ രൂപം കൊള്ളൽ എങ്ങനെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. കാരണം ഈ ഭാഗങ്ങളിൽ നിന്ന് ഇനി വരുന്ന പരീക്ഷകൾക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായാൽ അതിനെ ഏത് തരത്തിൽ നമുക്ക് വേഗത്തിൽ ആൻസർ ചെയ്യാം എന്നതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കൂടി ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് നോക്കാം ഹിമാലയത്തിന്റെ പിറവി. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയുടെയും ആസ്ട്രേലിയൻ വൻകരയുടെയും ഉൾപ്പെട്ടിരുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. അതായത് നമുക്കറിയാം ഭൂമിയെ നമ്മൾ രണ്ട് അർദ്ധഗോളങ്ങളായിട്ടിരിക്കും, ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും. ഇതാണ് ഉത്തരാർദ്ധഗോളം അഥവാ നോർത്തേൺ ഹെമിസ്ഫിയർ, ഇത് ദക്ഷിണാർദ്ധഗോളം അഥവാ സദേൺ ഹെമിസ്ഫിയർ. ഈ ദക്ഷിണാർദ്ധഗോളത്തിന്റെ ഭാഗമായിരുന്നു നമ്മുടെ ഇന്ത്യ. ഈ പ്രദേശം എന്ത് ചെയ്തു, പിന്നീട് ഇത് വടക്കോട്ട്, അതായത് ഇവിടെ നിന്നും വടക്കോട്ട് നീങ്ങി നോർത്തിലേക്ക് മൂവ് ചെയ്ത് യുറേഷ്യൻ ഫലകത്തിന്റെ അടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങൾക്കും ഇടയിൽ നിലനിന്നിരുന്ന ഒരു സമുദ്രം ഉണ്ടായിരുന്നു, തെതിസ്. ഈ തെതിസ് സമുദ്രം അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടത്. അപ്പൊ ഹിമാലയ പർവ്വതം രൂപപ്പെട്ടത് ഇന്ത്യൻ ഫലകം എന്ന ഫലകവും യുറേഷ്യൻ ഫലകം എന്ന മറ്റൊരു ഫലകവും തമ്മിൽ കൺവെർജ് ചെയ്ത് തമ്മിൽ കൂടിച്ചേർന്ന് സംയോജിച്ചാണ് എന്തുണ്ടായത്, ഹിമാലയ പർവ്വതം എന്ന ഉയർന്ന പ്രദേശം അഥവാ ഒരു പർവ്വത പ്രദേശം രൂപപ്പെട്ടിട്ടുള്ളത്. നമുക്ക് മറ്റൊരു ഫിഗർ കൂടി നോക്കാം, നോക്കിക്കൊള്ളുക. പർവ്വത രൂപീകരണത്തിന്റെ ഭാഗമായി നടന്ന സംയോജക സീമ, അതായത് നമ്മുടെ അസ്തനോസ്ഫിയറിന് മുകളിലുള്ള ശിലാമണ്ഡലം അതായത് ലിത്തോസ്ഫിയർ എന്ന ഭാഗം പരസ്പരം അടുത്തു വരികയും അവ തമ്മിൽ കൂട്ടിമുട്ടുകയും ചെയ്തു. ആ സമയത്ത് അവയ്ക്കിടയിൽ ഉണ്ടായിരുന്ന സമുദ്രഭാഗമായിരുന്നു തെതിസ് എന്ന സമുദ്രം. ഈ തെതിസ് എന്ന സമുദ്രം നിറഞ്ഞ പ്രദേശത്തിന് ഇരുവശങ്ങളിലുമുള്ള ഫലകങ്ങൾ പരസ്പരം കൂട്ടിമുട്ടി. ആ കൂട്ടിമുട്ടിയതിന്റെ ഫലമായിട്ട് അവിടെ എന്ത് ചെയ്തു, മടങ്ങി ഉയരുവാൻ തുടങ്ങി. അങ്ങനെ മടങ്ങി ഉയർന്ന് രൂപപ്പെട്ടിട്ടുള്ള പർവ്വത നിരയാണ് ഹിമാലയ പർവ്വത നിരകൾ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു വസ്തുത, സംയോജക സീമ, അതായത് ഫലകങ്ങൾ, ശിലാമണ്ഡല ഫലകങ്ങൾ തമ്മിൽ സംയോജിച്ചിട്ടാണ് എന്ത് രൂപപ്പെട്ടിട്ടുള്ളത്, ഹിമാലയം രൂപപ്പെട്ടിട്ടുള്ളത്. ഒരു ചെറിയ ഫിഗർ സ്കൂൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഫിഗർ ആണിത്. നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കി വെക്കാൻ സാധിക്കും. അപ്പം ഈ രണ്ട് കാര്യങ്ങളും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹിമാലയത്തിന്റെ പിറവിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തിരിക്കേണ്ട കാര്യം എന്താണ്, ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയുടെയും ഓസ്ട്രേലിയൻ വൻകരയുടെയും ഉൾപ്പെട്ടിരുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി എന്ന് പറഞ്ഞാൽ നമ്മുടെ അസ്തനോസ്ഫിയറിൽ ഉണ്ടാകുന്ന പ്രോസസ്സുകളുടെ ഫലമായിട്ടാണ് ഈ ഫലകങ്ങൾ പരസ്പരം ചലിക്കുന്നത്. അതിൽ ഇവിടെ ഹിമാലയത്തിന്റെ രൂപം കൊള്ളലിന് കാരണമായ ചലനം സംയോജക സീമ. മറ്റ് രണ്ട് തരത്തിലുള്ള ചലനങ്ങൾ കൂടിയുണ്ട്, വിയോജക സീമ, ഛേദക സീമ. അപ്പൊ നമുക്കിവിടെ വേണ്ടത് ഹിമാലയത്തിന്റെ രൂപം കൊള്ളലിന് കാരണമായ ഫലക ചലനം, പ്ലേറ്റ് മൂവ്മെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സംയോജക സീമയാണ്. അപ്പം പിന്നീട് ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലനിന്നിരുന്ന തെതിസ് ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, സമുദ്രത്തിന്റെ പേരാണ് തെതിസ്. ഈ സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡ് നിങ്ങൾക്ക് അറിയാം, കണ്ടിട്ടുണ്ട്. ഈ ഭാഗത്തുള്ള തെതിസ് സമുദ്രം ഒന്നാമത്തെ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ്, മൂന്നാമത്തെ സ്റ്റേജിൽ പർവ്വതം രൂപപ്പെട്ടു.
സംയോജക സീമയാണ് ഇതിന് കാരണമായ ചലനം. നെക്സ്റ്റ് നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു. നമുക്ക് നോക്കാം എന്താണ് ഉത്തര പർവ്വത മേഖല അഥവാ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ്. നോക്കിയേ, കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ ഒരു വൻമതിൽ പോലെ നിലകൊള്ളുന്ന പർവ്വത നിരകളെ ഉത്തര പർവ്വത മേഖല എന്ന് പറയുന്നു. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു പക്ഷേ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ശരിയോ തെറ്റോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. അപ്പൊ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി വ്യക്തമായി ഇവിടെ മുതൽ ക്ലാസിന്റെ ത്രൂ ഔട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളെ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. കാശ്മീരിന് വടക്ക് പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ, അതായത് നമുക്കറിയാം നമ്മുടെ മാപ്പിന്റെ മുകൾ ഭാഗം നോർത്ത്, താഴ്ഭാഗം ബോട്ടം സൗത്ത്, ലെഫ്റ്റ് സൈഡ് വെസ്റ്റ്, റൈറ്റ് സൈഡ് ഈസ്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കാശ്മീരിന്റെ വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പം ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് ഈ രീതിയിലാണ് നമ്മുടെ ഇന്ത്യയിലെ ഉത്തര പർവ്വത മേഖല കാണപ്പെടുന്നത്. നെക്സ്റ്റ്, പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാതിൽ വരെ വ്യാപിച്ചു കിടക്കുന്ന, ശ്രദ്ധിക്കുക, പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാതിൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഉത്തര പർവ്വത മേഖല. ശ്രദ്ധിക്കണം, ഇതൊക്കെ സ്റ്റേറ്റ്മെന്റുകളായിട്ട് വരും. ശ്രദ്ധിക്കുക, പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാതിൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വതനിരകൾ ചേർന്നതാണ് ഉത്തര പർവ്വത മേഖല. നെക്സ്റ്റ്, പാമീർ പർവ്വതക്കെട്ട് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നു. പാമീർ പർവ്വതക്കെട്ട് എന്തെന്നാണ് അറിയപ്പെടുന്നത്? ലോകത്തിന്റെ മേൽക്കൂര എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും ഉയരം കൂടിയതും പ്രായം കുറഞ്ഞതുമായ, ശ്രദ്ധിക്കുക, പ്രായം കുറഞ്ഞതുമായ പർവ്വത നിരകളാണിവ. ഏറ്റവും ഉയരം കൂടിയതും പ്രായം കുറഞ്ഞതുമായ പർവ്വത നിരകളാണ്. കാരണം ഇവ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന പർവ്വതങ്ങളാണ്. ശിലാപാളികൾക്ക് വലനം. നെക്സ്റ്റ്, അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഫോൾഡിങ് അഥവാ വലനം. തമ്മിൽ സംയോജിച്ച് മടങ്ങി ഉയരുന്ന പ്രോസസ്സിനെ അറിയപ്പെടുന്ന പേരാണ് വലനം. അങ്ങനെ സംഭവിച്ച് രൂപം കൊണ്ടിട്ടുള്ള മടക്കു പർവ്വതങ്ങൾ, അടുത്ത പോയിന്റ്, മടക്കു പർവ്വതങ്ങളാണ് ഏത്? ഹിമാലയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോർത്തേൺ മൗണ്ടെയിൻ റീജിയന്റെ എല്ലാ ഭാഗങ്ങളിലുള്ള പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ, നെക്സ്റ്റ് നമ്മൾ അടുത്ത ഫിഗറിൽ ഇതിനെല്ലാം നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കാണിക്കും, കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഇത് വ്യാപിച്ചു കിടക്കുന്നു. ആര് വ്യാപിച്ചു കിടക്കുന്നു? ഉത്തര പർവ്വത മേഖല. അപ്പം പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് ഉത്തര പർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നത്. നിങ്ങളിത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും, ഇതെല്ലാം പിന്നീട് വരുന്ന സ്റ്റേറ്റ്മെന്റുകളാണ്. സ്റ്റേറ്റ്മെന്റുകളായിട്ട് ഇവ വന്നാൽ എങ്ങനെ ഇരിക്കും എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ്, ഏകദേശം 2400 കിലോമീറ്റർ നീളവും 150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ വീതിയും ആർക്കുണ്ട്? ഉത്തര പർവ്വത മേഖലയ്ക്കുണ്ട്. നീളം 2400 കിലോമീറ്ററും വീതി 150 കിലോമീറ്ററും 400 കിലോമീറ്ററും. അതായത് നമ്മുടെ ഹിമാലയത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വീതി കുറവും കിഴക്കോട്ട് പോകും തോറും വീതി കൂടിയും വരുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും ഈ ഭൂപ്രദേശത്തിന്റെ സവിശേഷതകളാണ്. ഏത് ഭൂപ്രദേശത്തിന്റെ സവിശേഷതകളാണ്? ഉത്തര പർവ്വത മേഖലയുടെ സവിശേഷതകളാണ്. അപ്പൊ നമ്മൾ ഉത്തര പർവ്വത മേഖലയെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു തന്നിരിക്കുന്ന കാര്യങ്ങളാണിവ. കൃത്യമായി റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് കേൾക്കുക. നെക്സ്റ്റ്, ഭൂപ്രകൃതി അനുസരിച്ച് ഉത്തര പർവ്വത മേഖല, അതായത് ഭൂസവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തര പർവ്വത മേഖലയെ നമുക്ക് 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. ഭൂപ്രകൃതി സവിശേഷത അനുസരിച്ച് ഉത്തര പർവ്വത മേഖലയെ നമുക്ക് എത്ര വിഭാഗങ്ങളായി തരംതിരിക്കാം? 3 വിഭാഗങ്ങളായി തരംതിരിക്കാം. ഒന്നാമത്തതാണ് ട്രാൻസ് ഹിമാലയം, രണ്ടാമത്തതാണ് ഹിമാലയം, മൂന്നാമത്തതാണ് ഈസ്റ്റേൺ ഹൈലാൻഡ്സ് അല്ലെങ്കിൽ കിഴക്കൻ കുന്നുകൾ എന്ന് പറയും. ശ്രദ്ധിക്കുക, ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തര പർവ്വത മേഖലയെ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ട്രാൻസ് ഹിമാലയം, സെക്കൻഡ് ഹിമാലയം, തേർഡ് കിഴക്കൻ കുന്നുകൾ അഥവാ
ഈസ്റ്റേൺ ഹിൽസ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. നോക്കുക, നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ നോക്കുക. ഉത്തരപർവ്വത മേഖല, ഉത്തരപർവ്വത മേഖല ഏതൊക്കെ പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു എന്നതാണ് പറയുന്നത്. ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിക്കുന്നു. എത്ര വിഭാഗങ്ങളായി തരംതിരിക്കുന്നു? ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിക്കുന്നു. 3ആയി തരംതിരിക്കുന്നു. ഫസ്റ്റ് വൺ ട്രാൻസ് ഹിമാലയം, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. രണ്ടാമത്തത് ഹിമാലയം, മൂന്നാമത്തത് കിഴക്കൻ കുന്നുകൾ. ക്ലിയർ. നമുക്ക് നോക്കാം ട്രാൻസ് ഹിമാലയം. നിങ്ങൾ കാണുന്നുണ്ടാവും ഈ റെഡ് കളറിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 3 ഭാഗം, ഈ 3 പർവ്വത നിരകളെ അറിയപ്പെടുന്ന പേരാണ് ട്രാൻസ് ഹിമാലയം. ഈ 3 പർവ്വത നിരകളെ അറിയപ്പെടുന്ന പേരാണ് ട്രാൻസ് ഹിമാലയം. അവരുടെ പേരുകൾ പഠിച്ചോ, അവരുടെ പേരുകൾ പഠിച്ചോ. ഫസ്റ്റ് വൺ കാരക്കോറം, നോക്കുക കാരക്കോറം. സെക്കൻഡ് വൺ ലഡാക്ക്. തേർഡ് വൺ സസ്കർ. ക്ലിയർ ആണല്ലോ. അപ്പൊ ട്രാൻസ് ഹിമാലയത്തെ ഭൂപ്രകൃതി വിഭാഗങ്ങളായി തരംതിരിക്കുമ്പോൾ 3 വിഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റ് വൺ ട്രാൻസ് ഹിമാലയം, സെക്കൻഡ് വൺ ഹിമാലയം, തേർഡ് വൺ കിഴക്കൻ കുന്നുകൾ. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേരുന്നതാണ് ട്രാൻസ് ഹിമാലയം. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേരുന്നതാണ് ട്രാൻസ് ഹിമാലയം. നെക്സ്റ്റ് നമ്മൾ അടുത്തതിലേക്ക് വരുന്നു, ഹിമാലയം. നോക്കുക, ഹിമാലയം എന്ന് പറഞ്ഞാൽ ദാണ്ട് ഇത്രയും ഭാഗത്തുകൂടി കടന്നു പോകുന്ന പർവ്വത നിരകളെ അറിയപ്പെടുന്ന പേരാണെന്ത്? ഹിമാലയം. കാണുന്നുണ്ടല്ലോ, ദാണ്ട് ഒരുപാട് ഏരിയയിലേക്ക് വളരെ ലെങ്ത് ആയിട്ട് വളരെ നീളത്തിൽ കാണപ്പെടുന്ന പർവ്വതനിരകളാണ് ഇത് ഹിമാലയം. ഹിമാലയത്തിനും പ്രധാനപ്പെട്ട 3 പർവ്വതനിരകളാണുള്ളത്. ഫസ്റ്റ് വൺ ഹിമാദ്രി, സെക്കൻഡ് വൺ ഹിമാചൽ, തേർഡ് വൺ സിവാലിക്. അപ്പം ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ 3 പർവ്വത നിരകൾ ചേരുന്നതാണ് ഹിമാലയം. ലാസ്റ്റ് വൺ ആണ് കിഴക്കൻ മലനിരകൾ, ഈസ്റ്റേൺ ഹൈലാൻഡ്സ്. ഈസ്റ്റേൺ ഹൈലാൻഡ്സിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ഇവിടെ കുന്നുകളായിട്ടാണ് നമ്മൾ പർവ്വതങ്ങളെ കാണപ്പെടുന്നത്, വിശേഷിപ്പിക്കുന്നത്. നോക്കുക, പ്രധാനപ്പെട്ടത് ഖാസി, ഖാരോ, ജയന്തിയ, മീസോ, പത്കായ്. ഇത്രയും കുന്നുകൾ അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായി കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന കുന്നുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ഗാരോ, ഗാസി, ജയന്തിയ, മീസോ, പത്കായ്. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ഒരു ഭാഗത്തേക്ക് പോകാം. നമ്മൾ മാപ്പ് എടുത്തു കഴിയുമ്പോൾ മാപ്പിന്റെ ടോപ്പ് എപ്പോഴും നോർത്ത് ആയിരിക്കും, മാപ്പിന്റെ ബോട്ടം എപ്പോഴും സൗത്ത് ആയിരിക്കും, മാപ്പിന്റെ ലെഫ്റ്റ് സൈഡ് ഇടതുവശം എപ്പോഴും വെസ്റ്റ് ആയിരിക്കും, വലതുവശം ഈസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഈ പ്രദേശത്ത് കാണപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗമായ കുന്നുകളെ കിഴക്കൻ കുന്നുകൾ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു വടക്ക് പടിഞ്ഞാറ് മുതൽ, ഇത് നോർത്ത്, ഇത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ് മുതൽ ഇന്ത്യയുടെ ഈസ്റ്റേൺ എൻഡ് വരെ കാണപ്പെടുന്ന പർവ്വതനിരകളെ അല്ലയോ നമ്മൾ നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ് അഥവാ ഉത്തര പർവ്വത മേഖല എന്ന് വിളിച്ചത്. അപ്പൊ ഇത് ശരിയായിട്ട് വരുന്നുണ്ടല്ലോ. ഇനി കേരള PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഉത്തരപർവ്വത മേഖല ഉൾപ്പെടാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാം? കൃത്യമായിട്ടും നമുക്ക് ഉത്തരപർവ്വത മേഖല ഉൾപ്പെടാത്ത സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കണം. അത്തരത്തിലുള്ള PYQs ഞാൻ ഈ ക്ലാസിന്റെ അവസാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. നമുക്കറിയാം ഉത്തരപർവ്വത മേഖലയെ ഭൂപ്രകൃതി വിഭാഗങ്ങളുടെ അടിസ്ഥാനത്തിൽ 3ആയി തരംതിരിക്കുന്നു: ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേരുന്നു. ഹിമാലയത്തിൽ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ പർവ്വതനിരകൾ ചേരുന്നു. കിഴക്കൻ കുന്നുകളിൽ ഖാരോ, ഖാസി, ജയന്തിയ, മീസോ എന്നീ കുന്നുകളും ഉൾപ്പെടുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പാമീർ പർവ്വതക്കെട്ട്, ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിച്ചു പാമീർ പർവ്വതക്കെട്ടിനെ. ഈ പാമീർ പർവ്വതക്കെട്ടിൽ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധിപ്പിക്കുന്ന പർവ്വതനിര ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ കാരക്കോറം നിരകളാണ്. ആദ്യത്തെ കാരക്കോറം നിരകളാണ്. അപ്പൊ നെക്സ്റ്റ് നോക്കുക. അപ്പൊ കാരക്കോറം എന്തിനു? പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നതാണ് കാരക്കോറം മലനിരകൾ. നെക്സ്റ്റ് നമ്മൾ അടുത്ത സ്ലൈഡിലേക്ക് പോകുന്നു. ട്രാൻസ് ഹിമാലയം. എന്താണ് ട്രാൻസ് ഹിമാലയം എന്നാൽ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ പറഞ്ഞ 3 പർവ്വതനിരകൾ കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ 3 പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം.
നെക്സ്റ്റ് നോക്കിയോ, എന്താ ട്രാൻസ് ഹിമാലയം നോക്കാം. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നീ പർവ്വതനിരകൾ ചേർന്നതാണ് ട്രാൻസ് ഹിമാലയം. ഇതിനെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ശരാശരി ഉയരം 3000 മീറ്റർ, ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവും ആർക്കുണ്ട്? ട്രാൻസ് ഹിമാലയ പർവ്വത നിരകൾക്കുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികളായ മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ, മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരകളിലാണ്. ഇത് PYQ ആണ്, ഇത് PYQ ആണ്. അപ്പൊ എന്താ പറയുന്നത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കെ2 അല്ലെങ്കിൽ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം മലനിരകളിലാണ്. ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം മലനിരകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പം ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ട് ലോകത്തിന്റെ മേൽക്കൂര ബന്ധിപ്പിക്കുന്നത് ആരാണ്? കാരക്കോറം മലനിരകളാണ്. അവയെ കൂടാതെ മറ്റേതൊക്കെ പർവ്വതങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഹിന്ദുക്കുഷ്, ടിയാൻഷാൻ, കുൻലൂർ, സുലൈമാൻ, നമ്മൾ പഠിച്ച കാരക്കോറം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിന് തെക്ക് ഭാഗത്ത് സമാന്തരങ്ങളായ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ 3 പർവ്വത നിരകൾ ചേർന്നതാണ് ഹിമാലയം. അപ്പൊ എന്താണ് ഹിമാലയം? ട്രാൻസ് ഹിമാലയത്തിന് തെക്ക് ഭാഗത്ത് സമാന്തരങ്ങളായ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ 3 പർവ്വത നിരകൾ ചേർന്നതാണ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിൽ, അതായത് ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കും ഇടയിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? ഹിമാലയം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഏകദേശം 200 കിലോമീറ്ററോളം നീളം ആർക്കുണ്ട്? ഹിമാലയത്തിനുണ്ട്. ലോകത്തിലെ ഉയരമേറിയ നിരവധി കൊടുമുടികൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും പർവ്വതങ്ങളുടെ ഉയരവും വീതിയും, ഇത് ഇമ്പോർട്ടന്റ് ആണ്. കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് പോകും തോറും ഹിമാലയ പർവ്വത നിരകളുടെ ഉയരവും വീതിയും കുറഞ്ഞു വരുന്നു. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നെക്സ്റ്റ്, കാശ്മീർ ഭാഗത്ത് ഏകദേശം 400 കിലോമീറ്റർ ആണ് വീതി. എന്നാൽ അരുണാചൽ പ്രദേശിൽ എത്തുമ്പോഴോ അത് 150 കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങുന്നു. ഹിമാലയത്തിന് ഏകദേശം 5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും ഉണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പം ഇത്രയും കാര്യങ്ങൾ ആരെ കുറിച്ചുള്ളതാണ്? ഹിമാലയത്തെ കുറിച്ചുള്ളതാണ്. നെക്സ്റ്റ്, അടുത്തതാണ് ഹിമാദ്രി. ഹിമാചൽ, സിവാലിക്. അതായത് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന സമാന്തരങ്ങളായ 3 പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രിയുടെ പ്രത്യേകത നോക്കിയേ. ഹിമാലയത്തിന്റെ നട്ടെല്ല്. PYQ നിരവധി പരീക്ഷകൾക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും അറിയാതെ. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നിങ്ങനെ അറിയപ്പെടുന്നു. അപ്പൊ ഹിമാദ്രിയുടെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്? ഹിമാലയത്തിന്റെ നട്ടെല്ല്, ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നിങ്ങനെ അറിയപ്പെടുന്നു. മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാലോ? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഹിമാദ്രിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം, ബന്ധപ്പെടാത്ത പ്രസ്താവനകൾ ഏതെല്ലാം? പഠിച്ചോ. മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. ഗംഗ, യമുന എന്നീ നദികളുടെ ഉത്ഭവ സ്ഥാനമാണ് ആര്? ഹിമാദ്രി. നെക്സ്റ്റ്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ ഇവിടെ കാണപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ എവിടെ കാണപ്പെടുന്നു? ഹിമാദ്രിയിൽ കാണപ്പെടുന്നു. 8000 മീറ്ററിന് മുകളിൽ ഉയരമുള്ള നിരവധി കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഏത്? ഈ പറയുന്ന ഹിമാദ്രി. നെക്സ്റ്റ്, ഏതൊക്കെയാണ് കൊടുമുടികളെന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെയാണ് ആ കൊടുമുടികളെന്ന് നോക്കിയേ. കാഞ്ചൻജംഗ, നന്ദാദേവി. കാഞ്ചൻജംഗയും നന്ദാദേവിയുമാണ് കൊടുമുടികൾ. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഹിമാചലും സിവാലിക്കും. അപ്പം ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിങ്ങനെ 3 സമാന്തരങ്ങളായ പർവ്വത നിരകൾ ചേർന്നതാണ് ഹിമാലയം എന്ന് പറഞ്ഞു. ഹിമാചലിന്റെ ഫസ്റ്റ് പ്രത്യേകതയാണ് ഹിമാചൽ നിര ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഹിമാചൽ നിര ലെസ്സർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. സിവാലിക്കിന് വടക്കും ഹിമാദ്രിക്ക് തെക്കുമായി സ്ഥിതി ചെയ്യുന്നു. സിവാലിക്കിന് വടക്കും ഹിമാദ്രിക്ക് തെക്കുമായി സ്ഥിതി ചെയ്യുന്നു. അതായത് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. നിങ്ങൾ നോക്കിയേ, ഇതല്ലയോ ഏറ്റവും വടക്കേ അറ്റത്ത് വരുന്നത്, ഇതല്ലയോ തെക്കേ അറ്റത്ത് വരുന്നത്, ഇതല്ലയോ അതിന്റെ ഇടയ്ക്ക് വരുന്നത്, അതല്ലയോ ഹിമാചൽ. നെക്സ്റ്റ് നോക്കുക സിവാലിക്.
ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ സിവാലിക്കിനെ ഔട്ടർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഹിമാലയൻ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചുകൊണ്ട് ഒഴുകുന്നതിനാൽ പലയിടങ്ങളിലും തുടർച്ച നഷ്ടപ്പെടുന്നു. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്കിന് മാത്രം എന്തില്ല, പലയിടങ്ങളിലും തുടർച്ചയില്ല. കാരണം പർവ്വതങ്ങൾക്ക് മുകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന നദികൾ ഇതിനിടയിലൂടെ ഒഴുകുമ്പോൾ ഇതിന് പലയിടങ്ങളിൽ വെച്ച് തുടർച്ച നഷ്ടപ്പെടുന്നു. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഈ 3 പർവ്വതനിരകളുടെയും പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഇനി ഇതാണ്ട് അടുത്ത ഒരു പ്രത്യേകതയാണ് ഉത്തര പർവ്വത മേഖലയുടെ പ്രാധാന്യം. ഇതാ ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചതാണ്. ഇങ്ങനെയാണ് ചോദിച്ചത്: ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തര പർവ്വത മേഖലയുടെ പങ്കെന്ത്? ഫസ്റ്റ് വൺ, പുരാതന കാലം മുതൽക്ക് തന്നെ വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രകൃതിദത്ത കോട്ടയെ പോലെ സ്ഥിതി ചെയ്യുന്നതാണ് ഉത്തരപർവ്വത മേഖല. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നു. അതായത് സൗത്ത് വെസ്റ്റ് മൺസൂണിനെയും നോർത്ത് ഈസ്റ്റ് മൺസൂണിനെയൊക്കെ തടഞ്ഞു നിർത്തി എന്ത് ചെയ്യുന്നു? മഴ പെയ്യിക്കുന്നെന്നാണ് പറയുന്നത്. നോർത്ത് ഈസ്റ്റിനകത്ത് കൂടുതൽ സ്വാധീനമില്ല. സ്വാധീനം ആർക്കാണ്? സൗത്ത് വെസ്റ്റിനാണ്. സൗത്ത് വെസ്റ്റ് അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യിക്കുന്നു. നെക്സ്റ്റ്, ശൈത്യകാലത്ത് വടക്കു നിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. നെക്സ്റ്റ്, വൈവിധ്യമാർന്ന സസ്യ ജന്തുജാലങ്ങൾ കാണപ്പെടുന്ന മേഖല കൂടിയാണ് ഉത്തരപർവ്വത മേഖല. ധാരാളം നദികളുടെ ഉത്ഭവ പ്രദേശമാണ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. നെക്സ്റ്റ്, ധാരാളം സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. ഷിംല, ഡാർജിലിംഗ്, കുളു തുടങ്ങിയ നിരവധി സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ്, നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് കേരള PSC മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതും വളരെ റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങളുടെ ഒരു വിശകലനമാണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ്, താഴെ പറയുന്ന ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? കുറെ പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായ പ്രസ്താവന നോക്കുക. വലനം അഥവാ ഫോൾഡിംഗ് നമ്മൾ പഠിച്ചതാണ്. ഫോൾഡിംഗ് കാരണം രൂപീകരിക്കപ്പെട്ട മടക്ക് പർവ്വത നിരയാണ് ഏത്? ഹിമാലയം അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല. താരതമ്യേന പ്രായം കുറഞ്ഞത്, അതും നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടായിരുന്നു. പ്രായം കുറഞ്ഞത്. സംയോജക സീമ, ഇതും നമ്മൾ പഠിച്ചതാണ്. അങ്ങനെയെങ്കിൽ നോക്കുക, തെറ്റായ പ്രസ്താവന ഇവയൊന്നുമല്ല എന്നുള്ളതാണല്ലോ. യെസ്, അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ്, ഹിമാലയ പർവ്വതനിരയുടെ രൂപീകരണത്തിന് കാരണമായ ഭൗമ പ്രക്രിയ ഹിമാനികൾ മൂലമുണ്ടാകുന്ന മണ്ണൊലിപ്പ് അല്ല. യുറേഷ്യൻ പ്ലേറ്റിന് താഴെയുള്ള പസഫിക് പ്ലേറ്റിലെ കീഴടങ്ങൾ അല്ല. ഇന്ത്യൻ പ്ലേറ്റും യുറേഷ്യൻ പ്ലേറ്റും തമ്മിലുള്ള കൂട്ടിമുട്ടൽ ആവാൻ സാധ്യതയുണ്ട്. സമുദ്രത്തിന്റെ മധ്യഭാഗത്തു നിന്നുള്ള അഗ്നിപർവ്വത പ്രവർത്തനം അല്ല. അപ്പൊ ഏതാ നമ്മുടെ ശരിയായ ഉത്തരം? ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. നെക്സ്റ്റ്, ഇന്ത്യയുടെ അതിർത്തി ശരിയായി ക്രമപ്പെടുത്തുക. ഇത് സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. നോക്കുക, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ആരാ വരുന്നത്? ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് വരുന്നതാണ് ബംഗാൾ ഉൾക്കടൽ. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് ആര് വരും? ബംഗാൾ ഉൾക്കടൽ. ഒന്നാമത്തിനകത്ത് നമുക്ക് ആരെ എടുക്കാം? സി എ എടുക്കാം. ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തോ? അറബിക്കടൽ. അപ്പൊ ഏതെടുക്കാം? ഡി എടുക്കാം. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തോ? ഇന്ത്യൻ മഹാസമുദ്രം, ബി. ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് നമുക്കറിയാം, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹിമാലയം, എ. അപ്പൊ നോക്കിയേ, 1 സി, 2 ഡി, 3 ബി, 4 എ. നമ്മുടെ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. നെക്സ്റ്റ്, അടുത്തതിലേക്ക് പോവാം. തന്നിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമല്ലാത്ത സംസ്ഥാനങ്ങൾ ഏതെല്ലാം? PSC ചോദിച്ചൊരു ചോദ്യമാണ്. നോക്കിയേ, എങ്ങനെ നോക്കാം നമുക്ക്? ആദ്യം നമുക്ക് നോക്കാം. ത്രിപുര, ഉത്തരാഖണ്ഡ്, ഗുജറാത്ത്, സിക്കിം, മധ്യപ്രദേശ്. ഒരിക്കലും ഗുജറാത്ത് ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ട് വരത്തില്ല. നെക്സ്റ്റ് നോക്കിയേ, മധ്യപ്രദേശ് വരാൻ സാധ്യതയില്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഭാഗമല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഭാഗമല്ലാത്തത് ചോദിച്ചിരിക്കുന്നു. 3ഉം 5ഉം 3ഉം 5ഉം ഓപ്ഷൻ സി. ഓപ്ഷൻ സി ഇതാണ് ആൻസർ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി
ബന്ധമില്ലാത്ത പ്രസ്താവന. നോക്കിയേ, നദികളുടെ ഉത്ഭവ പ്രദേശം ബന്ധമുണ്ട്. മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിലുടനീളം മഴ പെയ്യ്ക്കുന്നു, ബന്ധമുള്ള കാര്യമാണ്. നെക്സ്റ്റ് നോക്കിയേ, ഉഷ്ണകാലത്ത് തെക്കുനിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു എന്നാ പറയുന്നത്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ നിർത്തിയേക്കാം. നെക്സ്റ്റ്, വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഉടലെടുക്കുന്നതിന് കാരണമാകുന്നു, ഇതും ശരിയാണ്. പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പക്ഷെ ഇത്തരത്തിൽ തന്നെ നമ്മളൊന്ന് അവിടെ പഠിച്ചിട്ടുമുണ്ട്. നോക്കിയേ, ഉഷ്ണകാലത്ത് തെക്കുനിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ എന്നല്ല വരേണ്ടത്. ഇവിടെ വരേണ്ടത് ശൈത്യകാലത്ത് വടക്കുനിന്ന് വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. അങ്ങനെ തന്നിരുന്നെങ്കിലായിരുന്നു ഇത് ശരിയായ പ്രസ്താവനയായി നമുക്ക് പരിഗണിക്കാൻ പറ്റുക. പക്ഷെ ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് മക്കളെ? ഉഷ്ണകാലത്ത് തെക്ക് നിന്ന് വീശുന്ന, ഉഷ്ണകാലത്ത് വീശുന്നത് എങ്ങനെയുള്ള കാറ്റ് ആയിരിക്കത്തില്ല, ശീതക്കാറ്റ് ആയിരിക്കില്ല. ക്ലിയർ? അപ്പം ആ ഒരു ക്വസ്റ്റ്യന്റെയും ആൻസർ നമുക്ക് കിട്ടി. ഓപ്ഷൻ സി ആണ് ഇവിടെ എന്തിന്? ബന്ധമില്ലാത്ത പ്രസ്താവന. നെക്സ്റ്റ്, നമുക്ക് താഴെ പറയുന്നതിൽ ഹിമാലയൻ നദികളെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഹിമാലയൻ നദികൾ വഴി രൂപം കൊണ്ട ഏറ്റവും വലിയ ഡെൽറ്റയാണ് സുന്ദർബൻ ഡെൽറ്റ. ശരിയാണ്. ഹിമാലയൻ നദികൾ യു ആകൃതിയിലുള്ള താഴ്വരകൾ ഉണ്ടാക്കുന്നില്ല. യു ആകൃതിയിലുള്ള താഴ്വരകൾ ഉണ്ടാക്കുന്നത് നദികളല്ല, ഹിമാനികളാണ് യു ആകൃതിയിലുള്ള താഴ്വരകൾ ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ്, അപ്പൊ അത് തെറ്റാണ്. ഹിമാലയൻ നദികൾ ഡെക്കാൻ പീഠഭൂമിക്ക് ജലസേചനം നൽകുന്നു, തെറ്റാണ്. തെറ്റായ പ്രസ്താവന ചോദിച്ചത് കൊണ്ട് തന്നെ 2ഉം 3ഉം ഓപ്ഷനിൽ വരുന്ന സി ആണ് ഉത്തരം. നെക്സ്റ്റ്, ഹിമാലയ പർവ്വതത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? നമുക്കറിയാം, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഏതാ ഉത്തരം? ഓപ്ഷൻ സി, സിവാലിക് ആണ് ശരി ഉത്തരം. നെക്സ്റ്റ്, അടുത്തതിലേക്ക് താഴെ തന്നിരിക്കുന്നതിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏത്? ട്രാൻസ് ഹിമാലയം എന്ന് പറഞ്ഞാൽ കാരക്കോറം, ലഡാക്ക്, സസ്കർ. ലഡാക്കും സസ്കറും വരുന്നതാണ് ഓപ്ഷൻ സി. ഉത്തരം ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകൾ ഏതൊക്കെയാണ്? കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടാത്തത് അങ്ങനെ വരികയാണെങ്കിൽ നോക്കിയേ, പത്കായി, മീസോ, ഗാരോഗാസി ഉൾപ്പെടാത്തത് 3 മാത്രം. ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കിഴക്കൻ മലനിരകൾ ഉൾപ്പെടുന്ന കുന്നുകൾ ഏതൊക്കെയാണ്? പത്കായി, ജയന്തിയ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും ഉൾപ്പെടില്ല. അപ്പം ഉൾപ്പെടുന്നവ ഏതൊക്കെയെന്ന് ചോദിച്ചതിന് ആൻസർ ആയിട്ട് ഓപ്ഷൻ ബി 1ഉം 2ഉം. ക്ലിയർ? നെക്സ്റ്റ്, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ഗോഡ്വിൻ ഓസ്റ്റിൻ ചുവടെ സൂചിപ്പിക്കുന്ന ഏത് പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ഓപ്ഷൻ സി, കാരക്കോറം പർവ്വതനിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇത്രയും PYQs നമ്മുടെ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. ഇനി പറയാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കേരള PSC നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഫോഴ്സിലേക്ക് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സുവർണ അവസരമാണിത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കുക എന്നത്. അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അപേക്ഷ അയച്ചു കഴിഞ്ഞതിന് ശേഷം കൃത്യമായ ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ് കൃത്യമായ രീതിയിലുള്ള ഒരു ഫോളോ അപ്പോട് കൂടി തന്നെ നൽകുന്നുണ്ട്. ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് കൃത്യമായ ഒരു മെന്റർഷിപ്പോട് കൂടി തുടക്കം മുതലേ പഠിച്ചു തുടങ്ങിയാൽ വരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം എഴുതി കഴിഞ്ഞ് റാങ്ക് ലിസ്റ്റിന്റെ ഏറ്റവും ആദ്യം തന്നെ ഉൾപ്പെട്ട് ജോലി ഉറപ്പിക്കാം. അപ്പോൾ കൃത്യമായ ഒരു പഠനം ഈ ഒരു സമയത്ത് നമുക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ടീം കോമ്പറ്റിറ്റീവ് ക്രാക്കർ നിങ്ങളെ സഹായിക്കും. അതിനുവേണ്ടി നിങ്ങൾ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക. അഡ്മിഷൻ എടുത്ത് കൃത്യമായ രീതിയിലുള്ള പഠനത്തിലേക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയുള്ള സമയങ്ങളിൽ കൃത്യമായ രീതിയിൽ PYQs അനാലിസിസ് നടത്തി പഠിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചുകൂടി സ്മാർട്ട് വർക്കായിട്ട് ചെയ്യാൻ കഴിയുക. അപ്പോൾ കൃത്യമായ രീതിയിലുള്ളൊരു പഠനം ആണ് നമുക്ക് ആവശ്യം. അപ്പോൾ കൃത്യമായ രീതിയിൽ പഠിക്കുന്നതിന് വേണ്ടി നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായി നിങ്ങൾ കാണുക. വരാനിരിക്കുന്ന പരീക്ഷകളിൽ നല്ല ഒരു റാങ്കിൽ എല്ലാവരും എത്തിച്ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ്.